നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായക്കടകളിലെ വെട്ട് കേക്കാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വീഡിയോയിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി, ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. മുട്ടയുടെ ആ ഒരു മണം മാറാൻ വേണ്ടിയാണ് ഏലക്കാപ്പൊടിയും വാനില എസൻസും ഒക്കെ ഇടുന്നത്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിനകത്തേക്ക് കുറേശ്ശെ മൈദാമാവ് ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. മാവ് ഒരുപാട് ഹാർഡായി പോവരുത്. ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മൈദമാവ് കുറേശ്ശെ ഇട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ കുഴയ്ക്കണം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. മാവ് ഒരുപാട് ഹാർഡായി പോയി കഴിഞ്ഞാൽ കേക്കിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഒന്നും കൂടി നല്ലതുപോലെ കുഴയ്ക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ റോൾ ചെയ്ത് എടുക്കണം. കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ റോൾ ചെയ്യുന്നത്. ചെറിയ പീസസ് ആയിട്ട് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. ഓരോ പീസും എടുത്ത് മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നടുക്കൂടി ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കണം. ഒരുപാട് കയറ്റി വെട്ടരുത്, എണ്ണയ്ക്കകത്തിടുമ്പോൾ അത് 2ആയിട്ട് പോവും. ബാക്കിയുള്ള പീസസ് എല്ലാം ഇതുപോലെ പ്രസ് ചെയ്ത് വെട്ടിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് വെട്ടുകേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറായി വരും, പക്ഷേ ഉൾവശം വേവത്തില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് തന്നെ നല്ലതുപോലെ 2 സൈഡും വേവിച്ചെടുക്കണം. ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. വെട്ടുകേക്ക് റെഡിയായിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.